എന്തൊക്കെ ചെയ്തിട്ടും കുറേശ്ശെ എബ്രഹാം ഒരു മെനയാണല്ലോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ കിട്ടുന്നത്. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. ചുമ്മാ ആവശ്യമില്ലാതെ കുറെ തേങ്ങ. അതായത് അടുത്ത മമ്മൂക്കയുടെ പടം ഇറങ്ങാൻ വേണം ബസ് നോക്കുക. അതിനും കുറെ നെഗറ്റീവ് ഓളികൾ ഒഞ്ഞു പറയാനായിട്ട് അയാളെ പറയാനുണ്ടോ? നിന്റെ ആക്കാണ്ടല്ലേ ഇതിന്റെ തുമ്പ് ഞാൻ വെട്ടിയിടും. നിന്റെ ആക്കാണ്ടല്ലേ ഇതിന്റെ തുമ്പ് ഞാൻ വെട്ടിയിടും. വശം നോക്കാൻ നിന്റെ അടുത്തുള്ള കാര്യം പറയാണ്. നീ പടത്തിന്റെ ശരിക്കുള്ള റിവ്യൂ പറയുന്നതാണ് നിന്റെ വിചാരം. അല്ല ഞാനൊരു കാര്യം, നീ മലയാളത്തിലെ മഹാനടന നീ ആവശ്യമില്ലാത്ത പറയാൻ നീ ആര്? നിനക്ക് ഇത് പറയുന്നത് നിനക്ക് എന്ത്? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. നിനക്ക് ഒന്നും കിട്ടിയൊന്നുമില്ലല്ലോ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ മലയാളത്തിലെ മഹാനടനാണ് എന്നും പറഞ്ഞാൽ നിനക്ക് പടം ഇഷ്ടപ്പെട്ടില്ലെന്ന് ആര് പറഞ്ഞ? നിനക്ക് പടം ഇഷ്ടപ്പെട്ടു, നീ ചുമ്മാ ഇരുന്ന ആർക്കാ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയേണ്ട കാര്യം തോന്നുന്നു. അതുപോലെ തന്നെ അതിന്റെ വിക്കിത്തൊക്കെ ബ്രോ, നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നത്. വിക്കിത്തൊക്കെ ബ്രോ, നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നതാണ്. ആവശ്യമില്ലാതെ ലാലേട്ടന്റെ പടം എടുത്ത് നിങ്ങൾ ഊക്കരുത്. ഉള്ള കാര്യം നിങ്ങളെ ചാനലും കൂടെ പൂട്ടിപ്പോവും. അത് ആര് പറയണമെന്ന് ആദ്യം മനസ്സിലായല്ലതാ. കണ്ടല്ലേ, കരിനാക്കാണ്. നിങ്ങൾ അതിര് കിടക്കുന്നു. അതുപോലെ അശന്ത് നോക്കണിട്ട് ഞാൻ പറയാണ്, ശാപം ശാപം. എനിക്ക് നിങ്ങൾ ആരെയും കുറ്റം പറയണമെന്ന് ആഗ്രഹമില്ല. നിന്റെയൊക്കെ ചാനൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നീയൊക്കെ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വാക്കും കേട്ട് നിന്ന് ആവശ്യമില്ലാതെ റിവ്യൂ പറയാം. നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെയൊക്കെ രണ്ടെണ്ണത്തിന്റെ ചാനലിൽ റീച്ച് കുറയും. ഇത് ഞാൻ ഇത് നീ ചോദിച്ചു വാങ്ങി. ഒരു കാര്യം ചെയ്യാം, ബോട്ട് രാവിലെ വരാം.